ഹായ്, അവിൽ വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വരൂ. ഒരു കപ്പ് അവിലെടുത്തിട്ടുണ്ട്. എത്ര വേണമെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം, 1-2 ഒക്കെ കപ്പ് എടുക്കാം. ഞാൻ ഒരു കപ്പ് അവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് നേരം നമ്മളത് പുതരാനായിട്ട് വെക്കണം. അപ്പോൾ അത് മുങ്ങിക്കിടക്കോളം ഇങ്ങനെ ഒന്ന് ഷേക്കൊക്കെ ചെയ്ത് കൊടുത്താൽ അതിനവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുതരാനായിട്ടൊരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കടുക്, പിന്നെ നമ്മൾ നല്ല ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നമ്മൾ വെള്ളം ഊറ്റി വെച്ച അവിലുണ്ടല്ലോ അതിലോട്ട് ഈ വറവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ 1-2 പിടി, 1 2 പിടി തേങ്ങ ഉണ്ടായിക്കോട്ടെ. ആ തേങ്ങ കുറച്ചധികം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ്. തേങ്ങയും അതുപോലെ നമ്മുടെ കറിവേപ്പിലുണ്ടല്ലോ അരിഞ്ഞത്, അതും ആഡ് ചെയ്തു. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇളക്കുന്നത്. കൈ വെച്ചിട്ട് നല്ലപോലെ എല്ലായിടത്തും ആക്കി ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടാവുന്നതാണ്. ബോൾസ് ആക്കാം, ഇങ്ങനെ ആക്കാം, എങ്ങനെ വെച്ചാക്കാം, കട്ട്ലൈറ്റ് രൂപത്തിലാക്കാം, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇഡ്ഡലിയിൽ ആവി കൊള്ളുന്ന സംഭവം തന്നെയാണിത്. അതിലോട്ട് എല്ലാം ആക്കിയത് എൻ്റെ കൂടെ കട്ടയ്ക്ക് കല്ലുമുളുണ്ട്. അങ്ങനെ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം കുറച്ച് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ സംഭവം ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു കപ്പ് അവിലെടുത്താൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 കപ്പ് വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് നല്ലപോലെ അമർത്തി മൂടി വെച്ച് ആവി കൊള്ളിക്കാനായിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെന്തതിന് ശേഷം ഞങ്ങൾ കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. നല്ല കട്ടൻ ചായ, മധുരമുള്ള ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ദോശയുടെയൊക്കെ ചട്നി ഉണ്ടല്ലോ, വെള്ള ചട്നി, അതിൻ്റെ കൂടെ ഒപ്പി കഴിക്കാവുന്നതാണ്. ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ചായ അങ്ങനെ 4 മണിക്ക് കുടിക്കാത്തതാണ്. ബട്ട് ഇതുള്ളത് കാരണം കുറച്ച് ചൂടോട് കൂടി കട്ടൻ ചായ മധുരമിട്ട് ഇതിൻ്റെ കൂടെ കഴിച്ചു. നല്ല സൂപ്പർ.